പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വിഷയമൊന്നെടുത്ത് ചെറുതായി ഒന്ന് ധ്യാനിക്കാമെന്നാണ് കരുതുന്നത്. ജെറമ്യാ പ്രവചനം 1-ാം അധ്യായം 8-ാം വചനം. അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പം നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു ഭാഗം, നമ്മുടെ മക്കൾ നമ്മുടെ ഭവനത്തിൽ അഥവാ അവരായിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതരാണോ എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളൊന്ന് ധ്യാനിക്കുന്നത്. നമ്മൾ പത്രമാധ്യമങ്ങളുടെയും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെയും ഓരോ ദിവസങ്ങളിലും ഓരോ വരുന്ന കരളിലിരിക്കുന്ന ഹൃദയ സ്പർശിയായ വേദനാജനകമായ ചില വാർത്തകളൊക്കെയാണ് ഇത്തരത്തിലൊരു ചെറിയ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത് തന്നെ. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ മക്കളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടൊക്കെ പോകുന്ന സമയത്തും അവർ പുറത്ത് പോകുന്ന സമയത്തും അവർ വീട്ടിലായിരിക്കുമ്പോഴൊക്കെ അവർ സുരക്ഷിതരാണോ, അത് നമുക്കത് എങ്ങനെ തിരിച്ചറിയാം? അവർക്ക് ആ മേഖലയിൽ എന്തെങ്കിലും വിധ സുരക്ഷിതത്തിന് ഏതെങ്കിലും വീഴ്ച വരുന്നുണ്ടോ, അവരുടെ സുരക്ഷയ്ക്ക് അവരുടെ സംരക്ഷണയ്ക്ക് ഏതെങ്കിലും വീഴ്ച വരുന്നുണ്ടോ എന്ന് അതൊന്ന് പരിശോധിച്ച് നോക്കണം. അങ്ങനെയെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഏതാനും ചില മാർഗങ്ങളാണ് നമ്മളിവിടെ ഒന്ന് ധ്യാനവിഷയമാക്കുന്നതെല്ലാം നമുക്ക് ഒക്കെ അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ അതൊന്നുകൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് പറയുന്നുവെന്നേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, മക്കളെ ട്യൂഷന് വിടുമ്പോൾ, കായിക പരിശീലനത്തിൽ വിടുമ്പോൾ, നൃത്തവും മറ്റ് കലാ പരിപാടിയിലേക്ക് അഭ്യസിപ്പിക്കാൻ വിടുമ്പോഴൊക്കെയും അവർ ആയിരിക്കുന്ന ഇടം അവർ സുരക്ഷിതമാണോ, അവരുടെ യാത്രകളും മടക്കയാത്രകളും സുരക്ഷിതമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കൾ ഈ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരും നമ്മൾ പൊട്ടിത്തെറിക്കുന്നുണ്ടോ, അതുമല്ലെങ്കിൽ വളരെ മൗനിയായിട്ടിരിക്കുന്നുണ്ടോ, അതുമല്ലെങ്കിൽ തലവേദനയാണ്, മറ്റെന്തെങ്കിലും കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് നേരത്തെ കയറി കിടക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കാതെ, അവരുടെ മുഖത്തോ എന്തെങ്കിലും ഭാവവ്യത്യാസമുണ്ടോ, അവരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ അതിന് മുൻപ് കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ എന്തെങ്കിലും വിധ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വളരെയേറെ നിരീക്ഷിക്കണം, അവരോട് ചോദിക്കണം. നമ്മുടെ മക്കളെ പുറത്ത് പോയിട്ട് നടക്കുന്ന സംഗതികളെല്ലാം വീട്ടിൽ വന്ന് പറയുന്ന ഒരു തലത്തേക്ക് നമ്മുടെ മക്കളെ ഒന്ന് പരിശീലിപ്പിച്ച് കൊണ്ടുവരണം. അത് ആൺപിള്ളേരാണ് പെൺപിള്ളേരാണേലും അതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ആ പ്രായത്തിൽ അവർക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് കൊടുക്കേണ്ട തഴുകലിൻ്റെയും തലോടലിൻ്റെയും ആലിംഗനത്തിൻ്റെയും സ്പർശനത്തിൻ്റെയും ചുംബനത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ഒക്കെ ഒരു സ്നേഹം നമ്മളിൽ നിന്ന് ഈ മക്കളിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയായി, അവരുടെ ഒരു പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കത്തക്ക രീതിയിൽ നമ്മളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്നത് ഈ ഒരു അനുഗ്രഹം മക്കളിലേക്ക് അവർക്കൊരു ആത്മവിശ്വാസം വരത്തക്ക വിധത്തിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നുണ്ടോ, അതിന് നമ്മുടെ ഭാഗത്ത് തടസ്സം ഉണ്ടാകുന്നുണ്ടോ, അതിന് നമ്മൾ പിശുക്ക് കാണിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആദ്യം ആ മേഖല നമ്മൾ പരിഹരിക്കണം. എന്ത് കാര്യങ്ങൾ മക്കൾ പുറത്ത് പോയിട്ട് വരുമ്പോഴും അവരുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരുമായി കൂടുന്ന അങ്ങനെയൊക്കെ ഉള്ള ഏത് കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളൊരു ആശയവിനിമയം നടത്താൻ തക്ക വിധത്തിലൊരു തുറവി ഉണ്ടാകണം. പിന്നെ ഈ മക്കളെ നമ്മൾ പ്രധാനമായും നേതൃത്വ പാഠവും പരിശീലിപ്പിക്കണം. പ്രത്യേകിച്ച് പ്രസംഗമൊക്കെ മക്കളെ അത് പരിശീലിപ്പിച്ച് നോക്കി വലിയ ആത്മവിശ്വാസവും ഉണ്ടാകും. പ്രത്യേകിച്ച് നേതൃത്വ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മളൊരു പ്രത്യേകമായും ശ്രദ്ധിക്കണം. പിന്നെ മറ്റ് ഉള്ളവരോട്, പാവപ്പെട്ടവരോട്, ദരിദ്രരോട് ഒരു അനുകമ്പയുള്ള ഹൃദയം ഒന്ന് അവർ രൂപപ്പെടാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കി. അവരുടെ കൈ കൊണ്ട് ചെറിയ സഹായം, ദാനധർമ്മമൊക്കെ അവരെ കൊണ്ട് അനുചയിക്കുന്നു. അങ്ങനെയാകുമ്പോൾ അത് രണ്ട് വിധത്തിലും അനുഗ്രഹം കിട്ടുന്നു. തലമുറകളിലേക്ക് ഈ ഒരു അനുഗ്രഹം പകരപ്പെടും. അവർക്കിങ്ങനെ ഒരു പോസിറ്റീവ് എനർജി അവർ വർദ്ധിക്കും. അവർക്ക് മറ്റുള്ളവർ ഈ പാവപ്പെട്ടവരെ പരിഗണിക്കണമെന്നൊരു തോന്നുണ്ടാകും. അവരുടെ സ്വാർത്ഥത വളരെയേറെ കുറയും. പിന്നെ ഈശോയെ കൂട്ടിക്കൊണ്ടു പോകാൻ, എവിടെ പോയാലും വീട്ടിൽ നിന്ന് മക്കൾ പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചൊരുക്കി വിടാൻ, ഈശോയെ കൂട്ടിക്കൊണ്ടു പോകാൻ വളരെ ചെറുപ്പകാലത്ത് തന്നെ പരിശീലിപ്പിക്കണം. ഈശോയെ കൂട്ടിക്കൊണ്ടു പോകാൻ പരിശീലിച്ച് കഴിയുമ്പോൾ തന്നെ അവർ വലിയൊരു സംരക്ഷണ വലയത്തിൽ ഈശോ നീ വരണം, ഈശോ ക്ഷണിച്ചാൽ ഈശോ വരും. അതുപോലെ തന്നെ മാലാഖമാരെ കൂട്ടിക്കൊണ്ടു പോകാൻ പരിശീലിപ്പിക്കണം.
ഈശോയെ കൂട്ടിക്കൊണ്ട് പോകണം, മാലാഖമാരെ കൂട്ടിക്കൊണ്ട് പോകണം, കാവൽ മാലാഖമാരോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ മക്കൾ ആയിരിക്കുമ്പോൾ നമുക്ക് മക്കൾ സുരക്ഷിതരാണ് നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം. നമ്മുടെ സ്വന്തം വീടുകളിൽ പോകുമ്പോൾ നമുക്ക് ഈ കുട്ടികൾ എവിടെയൊക്കെയെങ്കിലും നമ്മുടെ വീട്ടിൽ പറഞ്ഞു വിടുമ്പോൾ അതെല്ലാം നമ്മുടെ ഒരു ഫുൾ ഉത്തരവാദിത്തത്തിലായിരിക്കണം വിടുന്നത്. നമ്മുടെയൊക്കെയും സ്വന്തക്കാരുടെ വീട്ടിലായിരിക്കാം, അതുപോലെ നമ്മൾക്ക് വളരെ വേണ്ടപ്പെട്ട വീടുകളിലൊക്കെ ആയിരിക്കും. വിടുമ്പോഴൊക്കെയും അവരുടെ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണം, നമുക്കൊരു കണ്ണ് വേണം. അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിച്ച് ഒരുക്കി മാലാഖമാരുടെ സാന്നിധ്യം ക്ഷണിച്ച് ഇട്ട് കഴിയുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. എങ്കിലും അവരുടെ ഒരു പ്രത്യേക ട്രാപ്പിൽ ചെന്ന് വീഴാതെ അവർ ശ്രദ്ധിക്കണം. അവരുടെ കൂട്ടുകെട്ടുകളെ പറ്റി നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് അവരെപ്പോലെ തന്നെ അറിയാവുന്ന ഒരു ബന്ധത്തിലായിരിക്കണം നമ്മൾ. അങ്ങനെയെങ്കിൽ നിരവധിയായ കുറവുകൾ പരിഹരിക്കാൻ ദൈവം നമുക്ക് ഇടവരുത്തും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.